നമസ്കാരം. വൻ വിവാദങ്ങളിലേക്കാണ് കോൺഗ്രസ് നേതാക്കൾ ഓരോ സമയം എത്തിപ്പെടുന്നത്. ഇപ്പോൾ ഖാർഗെ തന്നെയാണ് വിവാദ നായകൻ. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം വലിയൊരു അഴിമതി കോൺഗ്രസ് മന്ത്രിമാർ അല്ലെങ്കിൽ നേതാക്കൾ തന്നെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഇതിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. നിലവിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പെട്ടെന്ന് എങ്ങനെ ഒരു എയ്റോസ്പേസ് സംരംഭകനായി എന്ന ചോദ്യമാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത്. നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഏത് സമയം ഒരു കേന്ദ്ര അന്വേഷണം ഉണ്ടാകാമെന്ന് ഖാർഗെയെ പ്രതിരോധത്തിലാക്കുന്നു. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് എയ്റോസ്പേസ് സംരംഭകരുടെ കോട്ടയിൽ തന്റെ കുടുംബത്തിന് 5 ഏക്കർ ഭൂമി അനുവദിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ ഇപ്പോൾ പ്രതിരോധത്തിലായി നിൽക്കുന്നത്. പാർട്ടിയോട് വിശദീകരണം നൽകാനും പറ്റുന്നില്ല. സംഭവം പുറത്തു വന്നിട്ട് ഖാർഗെ ഒരക്ഷരം പോലും മിണ്ടാതെ ആ കസേരയിൽ ഇരിക്കുകയാണ്. ഏത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഖാർഗെ ഇപ്പോൾ നോക്കുന്നത്. നിലവിൽ 5 ഏക്കർ ഭൂമി അനുവദിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ഖാർഗെയുടെ സകല ബാങ്ക് അക്കൗണ്ടുകളും നിലവിൽ ഇൻകം ടാക്സിന്റെ നിരീക്ഷണത്തിലാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പെട്ടെന്ന് എങ്ങനെ ഒരു എയ്റോസ്പേസ് സംരംഭകനായി എന്ന ചോദ്യമാണ് നിലവിൽ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും നവമാധ്യമങ്ങളിലടക്കം ചോദിക്കുന്നത്. ഖാർഗെയെ അടുത്തറിയാവുന്ന വ്യക്തികൾക്ക് പോലും അറിയില്ല ഖാർഗെക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന്, അതായത് ഒരു എയ്റോസ്പേസ് സംരംഭകൻ എന്നൊരു ബിസിനസ്സും കൂടി ഉണ്ടെന്ന്. BJP രാജ്യസഭാ അംഗം ലഹർ സിംഗ് സിറോയാണ് ഈ ആരോപണം വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കൾ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും BJP അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇത്തരമൊരു അലോട്ട്മെന്റിനുള്ള ഖാർഗെ കുടുംബത്തിന്റെ യോഗ്യതയുടെ നിയമസാധ്യതയെ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ശക്തമായ രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളോടും ഖാർഗെയോടും അദ്ദേഹം ചോദിച്ചത്. ഇപ്പോഴാണ് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ കുടുംബം KIADB ഭൂമിക്ക് യോഗ്യത നേടുന്നതിന് എയ്റോസ്പേസ് സംരംഭകരായി മാറിയത്. ഇത് അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും താല്പര്യവിരുദ്ധം എന്നിവയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തരമന്ത്രിയെയും തന്റെ പോസ്റ്റിൽ ടാഗ് ചെയ്തുകൊണ്ടാണ് സിറോയോ ചോദിച്ചത്. കർണാടകയിൽ പ്രതിരോധ എയ്റോസ്പേസ് നവീകരണത്തിന്റെ വളർന്നു വരുന്ന കേന്ദ്രമായ ബംഗളൂരിനടുത്തുള്ള ഹൈടെക് ഡിഫൻസ് എയ്റോസ്പേസ് പാർക്കിൽ ഭൂമി അനുവദിച്ചതിനെ ചുറ്റിപ്പറ്റിയാണ് വിവാദം ഇപ്പോൾ കത്തിപ്പടരുന്നത്. പൗര സൗകര്യങ്ങൾക്കായി AC കോട്ട സംവരണം ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭൂമി ഖാർഗെ കുടുംബം കൈകാര്യം ചെയ്യുന്ന സിദ്ധാർത്ഥ വിഹാര ട്രസ്റ്റ് അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രീണനത്തിന്റെ സൂചനയുമാണെന്നാണ് സിറോ ആരോപിക്കുന്നത്. 2024 മാർച്ചിൽ വിഹിതം അനുവദിച്ച് കർണാടക വ്യവസായ മന്ത്രി MB പാട്ടീലിന്റെ ഇടപെടൽ വിവാദത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഒരു വിവരാവകാശ പ്രവർത്തകൻ വഴി ഗവർണറുടെ ഓഫീസിൽ വിഷയം എത്തിയിട്ടുണ്ടെന്ന് സിറോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂമി വിട്ടു നൽകണമെന്ന് സിറോ ഖാർഗെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം രാഷ്ട്രീയക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ ധാർമ്മിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് വ്യാപകമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയ സുരക്ഷയുമായി അടുത്ത ബന്ധമുള്ള മേഖലയാണ് എയ്റോസ്പേസ് എന്ന് പറഞ്ഞാൽ. അന്വേഷണത്തിനായുള്ള മുറവിളി ഉയർന്നു വരുമ്പോൾ ശ്രദ്ധാകേന്ദ്രം ഖാർഗെയിലേക്ക് തന്നെയാണ് എത്തുന്നത്. അത് കോൺഗ്രസിന് തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഒരു അന്വേഷണം ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രിയും ടാഗ് ചെയ്തതുകൊണ്ട് തന്നെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുണ്ടാകും.